സ്പോർട്സ് സോണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയുള്ള ട്രാൻസ്ഫർ വാർത്തകൾ ആരാധകരെ എന്നും ആവേശത്തിലാഴ്ത്തുന്ന ഒന്നാണ്. മുംബൈ സിറ്റി FC-യുടെ രണ്ട് പ്രധാന താരങ്ങൾക്കൊപ്പം ക്ലബിന്റെ തനതായ നക്ഷത്രമായ അഡ്രിയാൻ ലൂണയെ പറ്റിയുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ഏറെ ശ്രദ്ധയാവുകയാണ്. ആദ്യമായി പ്രബീർ ദാസ് മുംബൈ സിറ്റി FC ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ക്ലബിലെ കരാർ അവസാനിപ്പിച്ചുവെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പ്രബീർ ദാസിന് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു വർഷത്തെ കരാർ അവസാനിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ആകാമെന്ന സാധ്യതയാണ്. ക്ലബ് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുമോ എന്നത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇതിനൊപ്പം തന്നെ 27 വയസ്സുള്ള റൈറ്റ് ബാക്കായി കളിക്കുന്ന അമേ റണവഡെ ഒഡീഷ FC-യുമായുള്ള കരാറിനും ഒഫീഷ്യലായി അവസാനം വന്നിരിക്കുകയാണ്. വിവിധ സോഴ്സ് പ്രകാരം അമേ റണവഡെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഫ്രീ ട്രാൻസ്ഫറിൽ ചേരാൻ സാധ്യത കാണുന്നുണ്ട്. തകർപ്പൻ പ്രതിരോധ പ്രകടനങ്ങൾ കാഴ്ചവെച്ച അമേ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന് വലിയ ബലമായിരിക്കുമെന്ന് ഏവരും കരുതുന്നു. അതേസമയം ആരാധകരെ വിഷമിപ്പിക്കുന്ന വാർത്തയാണ് അഡ്രിയാൻ ലൂണയെ പറ്റിയുള്ളത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണയ്ക്ക് മറ്റു ക്ലബ്ബുകൾ അന്വേഷിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ലൂണ ക്ലബിന്റെ ഭാവി പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും അറിയിപ്പുണ്ട്. ലൂണ എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയമായി മാറിയ ഒരു കളിക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കളിയും നേതൃത്വവും ടീമിന് എത്രത്തോളം അത്യാവശ്യമായിരുന്നു എന്നത് ആരാധകർക്ക് വളരെ കൃത്യമായി അറിയാം. ഈ തീരുമാനത്തിൽ ആരാധകർക്ക് പല പ്രതികരണങ്ങളാണ് ഉള്ളത്. എന്നാൽ ഇത് ക്ലബിന്റെ തീരുമാനം തന്നെയാകും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ തയ്യാറെടുപ്പുകൾ വലിയ മാറ്റങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതാണ്.